പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത ഭഞ്ജനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: പരേതർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ? പരേതർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ? ഇന്ന് 511 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. വെളിപാട് 6:9-10 ഇങ്ങനെ പറയുന്നു: അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ദൃശ്യം പ്രത്യക്ഷപ്പെടുന്നു. ഭൂമിയിൽ നിറവേറുന്ന ശിക്ഷാവിധിയുടെ മുന്നേറ്റത്തിന് ഒരു ചെറിയ ഇടവേള എന്ന നിലയിൽ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുത്തിയവരിലേക്ക് വിശുദ്ധ യോഹന്നാൻ ശ്രദ്ധ തിരിക്കുകയാണ്. രക്തസാക്ഷിത്വത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഈ വാക്യത്തിൽ കാണാം. സാക്ഷ്യത്തെപ്പറ്റി വിധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. സ്വർഗത്തിലുള്ള ബലിപീഠത്തിനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നതിന് സംശയമില്ല. രക്തസാക്ഷികളുടെ ആത്മാക്കൾ ദൈവ സന്നിധിയിൽ ആണ് എന്ന സത്യം ഈ വാക്യം ആദ്യമേ തന്നെ വെളിപ്പെടുത്തുന്നു. രക്തസാക്ഷികൾ ക്രൂരമായി വധിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ രക്തം ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് അവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന്റെ കീഴിൽ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ സൂചിപ്പിക്കുന്നു. രക്തസാക്ഷിത്വത്തെ ബലിയർപ്പണമായി ചിത്രീകരിക്കുക യഹൂദന്മാരുടെ ആദിമ ക്രൈസ്തവരുടെയും ഇടയിൽ സാധാരണമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു: എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഫിലിപ്പിയർ 2:17. ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും അവൻ തയ്യാറായിരുന്നു. എന്നാൽ അതിന്റെ ഫലം ക്രിസ്തു മഹിമപ്പെടുക എന്നതായിരുന്നു. വധിക്കപ്പെട്ട ആത്മാക്കൾ നിർജീവരോ നിശബ്ദരോ അല്ല. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ അവരുടെ നിലവിളി നിരന്തരം ഉയർന്നുകൊണ്ടിരുന്നു. ജീവന്റെ നാഥനെ വിളിച്ചാണ് അവർ ഉച്ചത്തിൽ കരയുന്നത്. നാഥാ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ വാക്യാർത്ഥം സ്വച്ഛാനുകരണം, പ്രവർത്തിക്കുവാൻ അധികാരം ഉള്ളവൻ എന്നാണ്. റോമാ ചക്രവർത്തി സാമ്രാജ്യത്തിന്മേലും അടിമകളുടെ മേലും അവകാശപ്പെട്ടിരുന്ന അധികാരവും അവകാശവും സൂചിപ്പിക്കുന്ന പദമാണിത്. ഞങ്ങളുടെ ഉടയവനൻ യഹോവയാണെന്ന ഈ നിലവിളിയുടെ രക്തസാക്ഷികൾ ഏറ്റുപറയുകയാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകും. ദൈവം തന്റെ വിശ്വസ്തരുടെ പ്രാർത്ഥന കേൾക്കും എന്ന യേശു ക്രിസ്തുവിന്റെ വചനത്തെ ലൂക്കോസ് 18:7-8 വാക്യങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ്. അവരുടെ യാചന പ്രതികാരത്തിന് വേണ്ടിയുള്ള വെല്ലുവിളി ക്രിസ്തീയ ചൈതന്യത്തിന് നിരക്കാത്തതായി തോന്നിയേക്കാം. എന്നാൽ അധർമ്മത്തിന് അറുതി വരുത്തി നീതി പുനഃസ്ഥാപിക്കുക ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പ്രകാരം ഒരു നീതി നിർവഹണത്തിന് വേണ്ടിയാണ് രക്തസാക്ഷികൾ നിലവിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:10 നമുക്കത് കാണുവാൻ സാധിക്കും. മഹാബേലിന്റെ പുണ്യാഹ രക്തം നിലവിളിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ശത്രുക്കളോടുള്ള വ്യക്തിപരമായ പകപോക്കലോ ശത്രുവിന്റെ നാശത്തിനുള്ള സന്തോഷമോ അല്ല. നന്മയുടെ സമ്പൂർണത വിജയത്തിനും നന്മയുടെ ശക്തമായ പുനഃസ്ഥാപനത്തിനുമാണ് ഈ പ്രാർത്ഥന. ദൈവ നിഷേധികൾ ശക്തന്മാരായി തുടരുന്നതിനാൽ വിശ്വാസികൾ പോഷന്മാരായി പരിഗണിക്കപ്പെടും. അതിനാൽ അധർമ്മികളെ ശിക്ഷിച്ച് നീതി നടപ്പിലാക്കേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തത തെളിയിക്കുവാൻ ആവശ്യമാണ്. ഇത് നിറവേറി കാണാത്തതിനാലാണ് ആകുലതയും ആശങ്കയും ആത്മാക്കൾ കാണിക്കുന്നത്. ഇതിനാൽ എത്ര നാൾ എന്ന ചോദ്യം ഇപ്രകാരം ഉണ്ടായി. അടുത്തത് വെളിപാടിന്റെ 11:15-19 വരെ വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ പ്രത്യക്ഷമാകുന്നത് സ്വർഗീയ സദസ്സിന്റെ ഒരു ദൃശ്യമാണ്. വെളിപാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത്
കാണുന്ന സ്വർഗീയ ആരാധനയുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് നമുക്ക് അറിയാം. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്നെല്ലാം കടന്നുപോയ സിദ്ധന്മാർ തങ്ങൾക്ക് വേണ്ടിയും ദുഷ്ടന്മാരുടെ ശിക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായി യോഹന്നാൻ വെളിപാടിൽ കാണുന്നു. ദൈവസന്നിധിയിൽ ഇരിപ്പാൻ യോഗ്യരായ 24 മൂപ്പന്മാർ ദൈവത്തെ സ്തുതിച്ചു വണങ്ങുന്നത് വെളിപ്പെടുത്തുന്നു. വെളിപാട് 4:9-10 എന്നതിൽ അവിടെ എടുത്തു പറയുന്നുണ്ട്. വിശ്വാസികളായി കടന്നുപോയ ആത്മാക്കൾ ചൈതന്യത്തിലും സന്തോഷത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടഞ്ഞവർ ഭാഗ്യവാന്മാർ. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും വിരമിച്ച് സ്വസ്ഥരാകും. കാരണം അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു. വെളിപാട് 14:13. മരണം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. പരേതർ ക്ലേശങ്ങളിൽ നിന്നും മോചിതരാകും. അവരുടെ പ്രവൃത്തികൾ അവരോട് ചേർന്നിരിക്കും. ശരീരം നിദ്രയിലാണെങ്കിലും ആത്മാവ് മൗനമായിരിക്കാതെ അതിന് ചെയ്യാവുന്ന പ്രവൃത്തികൾ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ജഡാഭിലാഷരായി ജീവിക്കുന്നവർ ധനവാനെ പോലെ യാതനയിലും ദൈവത്തിൽ ജീവിച്ചവർ ലാസറിനെ പോലെ ആനന്ദിക്കും. കർത്താവിൽ മരിച്ചവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നവൻ ആകയാൽ മറഞ്ഞിരിക്കുന്നവരും ജീവിക്കുന്നു. അവൻ ദൈവസന്നിധിയിൽ പ്രകാശിതരായി ആനന്ദത്തോടെ ധ്യാനത്തിലും സ്തോത്രത്തിലും തങ്ങൾക്കും മരിച്ചവർക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥന അണച്ചും കൊണ്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 20 മെയ് 2026, ഈ മാസത്തെ 20ാമത്തെ ദിവസം, കാത്തിരിപ്പിന്റെ 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ വർഷത്തിലെ 140ാമത്തെ ദിവസവും ആണ് ഇന്ന്. ഈ കാര്യങ്ങളൊക്കെയും ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നാം സമയത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കണം. സമയത്തിന് വില കൽപ്പിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൗത്യങ്ങൾ മുഴുവനാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യവും നമ്മുടെ കർത്തവ്യങ്ങളും തന്നിട്ടുണ്ട്. അഥവാ യേശു ക്രിസ്തു ആ ക്രൂസിൽ വെച്ച് തൻ്റെ അവസാനത്തെ ആ മൊഴിയായ കർത്താവേ, എല്ലാം നിവൃത്തിയായി, എൻ്റെ പ്രാണനെ ഞാൻ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ദൗത്യം എല്ലാം തികച്ച് കർത്തവ്യങ്ങൾ പൂർത്തിയാക്കി നാം ദൈവം എപ്പോൾ വിളിക്കുന്നു അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി എപ്പോഴും സന്നദ്ധതയുള്ളവരായി നിരന്തരമായി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നിരന്തരമായി സ്തോത്രം ചെയ്യുകയും എല്ലാറ്റിനും നാം നന്ദി പറയുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. ഈ ലോക ജീവിതം നമുക്ക് സഫലമാകും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.